السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധ റമദാനിന്റെ അവസാന ജുമുഅയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് കൊഴിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ രാപ്പകലുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ ഇന്നലകളിൽ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളുടെ ഓഫറുകളുമായി അല്ലാഹു നമ്മോട് അവനിലേക്ക് അടുക്കുവാനുള്ള കൽപ്പനകൾ നടത്തി അതിനോട് കൂറുപുലർത്തുവാനും പ്രവർത്തിക്കുവാനുമൊക്കെ നമുക്ക് എത്ര പേർക്ക് സാധിച്ചു എന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. ഇനിയും വരാനിരിക്കുന്ന രാപ്പകലുകൾ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. അല്ലാഹു അവനാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവ്. ചിലതിനേക്കാളും ചിലരേക്കാളും ശ്രേഷ്ഠപ്പെടുത്തിയതും അവൻ തന്നെയാണ്. മനുഷ്യ സമൂഹത്തെ മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ തന്നെ അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിച്ചവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ ഏറ്റവും വലിയ പദവിയുള്ളയാളാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവാണ് എല്ലാ സമയത്തിന്റെയും സൃഷ്ടാവ്. പക്ഷേ അവൻ മറ്റു മാസങ്ങളെ, ദിവസങ്ങളെ അപേക്ഷിച്ച് പരിശുദ്ധ റമദാനിന് മാഹാത്മ്യം നൽകി. അതിൽ തന്നെ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന
മഹത്വമേറിയ ഒരു രാവിന് അവൻ വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചു. ആ രാവ് നമ്മിൽ കഴിഞ്ഞു കടന്നുപോയോ ഇല്ലേ? അതോ ഇന്ന് രാത്രിയാണോ നാളെയാണോ എപ്പോഴാണ്? അല്ലാഹു അഅലം. അല്ലാഹു അതിന്റെ പരിപൂർണമായ പ്രതിഫലത്തിന് അർഹരാകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ച റബ്ബ് ധാരാളക്കണക്കിന് മഗ്ഫിറത്താണ് കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബാ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഖദറിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ അല്ലാഹു അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. ആ നമസ്കാരത്തിലും അല്ലാത്ത നമ്മുടെ ഇബാദത്തുകളിലുമൊക്കെയുള്ള കാമ്പ് എന്താണ്? പ്രാർത്ഥനയാണ്. പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ, നോമ്പിന്റെ വിധിവിലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു പറഞ്ഞ ആയത്താണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ ഏറ്റവും സമീപസ്ഥനാണ്. അല്ലാഹുവിനെ പോലെ നമ്മോട് അടുപ്പമുള്ളവനില്ല. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ ജീവനാഡിയേക്കാൾ, ജീവനരമ്പിനേക്കാൾ അവനോട് ഏറ്റവും അടുത്തവനാണ് നാം എന്ന് അല്ലാഹു തആല പറയുന്നു. ആ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് തേടേണ്ടുന്ന സമയങ്ങളാണിതൊക്കെ. എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കരിച്ച് നടക്കുന്നവർ കഠിന കഠോരമായ ശിക്ഷയിൽ ആപതിക്കുമെന്നാണ് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പ്രാർത്ഥന അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായി തീരാൻ അല്ലാഹുവിനോട് ഏത് കാര്യം ചോദിക്കുന്നതിന്റെയും മുന്നോടിയായിക്കൊണ്ട് നാം അധികരിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാറാണ്. പാപമോചനത്തിനുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനകളിൽ ഏറ്റവും പരമപ്രധാനം. അതിലാണ് നമ്മുടെ വിജയം, അതിലാണ് നമുക്ക് സ്വർഗം, അതിലാണ് നമുക്ക് നരക വിമോചനം കൂടിക്കൊള്ളുന്നത്. അതുകൊണ്ട് എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള ശുദ്ധമായ നിലക്ക് അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പഠിപ്പിച്ചില്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തിന് വേണ്ടി ചോദിക്കൂ ജനങ്ങളെ, അവൻ വളരെയേറെ പൊറുക്കുന്നവനാണ്. അതേ, പാപമോചനമാണ് ആദ്യം കിട്ടേണ്ടത്. പാപത്തിന്റെ കറകൾ മനസ്സിലുണ്ടായിരിക്കെ തേടുന്ന തേട്ടങ്ങൾ, പാപമോചനം കിട്ടിയതിന്റെ ശേഷമല്ലേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വീകാര്യത കിട്ടുന്നത്. അതുകൊണ്ട് എന്തിനേക്കാളും മീതെ തൗബയാണ്, പാപമോചനമാണ് ആദ്യമുണ്ടാകേണ്ടത്. മനസ്സ് മലീമസമായി പോയിട്ടുണ്ട്, ആ മനസ്സുകളൊന്ന് കഴുകി ശുദ്ധിയാവണം. അവനോടത് ചോദിച്ചുകൊണ്ടിരിക്കണം നിരന്തരമായി. കാരണം പാപത്തിന്റേതായ രൂപത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അല്ലാഹുവിനോട് എത്ര കരഞ്ഞു തേടിയാലും അതിന് ഉത്തരമില്ലെന്ന് അല്ലാഹു തആല തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, വളരെ വിനയത്തോടെ തേടിയാലും വളരെ സങ്കടപ്പെട്ട് തേടിയാലും അതേ പാപത്തിന്റെ കറകളിൽ നിന്ന് രക്ഷപ്പെടാതെ, പാപത്തിന്റേതായ വഴികളിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് മോചനമില്ലാതെ എത്ര കരഞ്ഞു തേടിയാലും ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരില്ല. കാരണം മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹും. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിലൂടെ നേടിയതാണ്, അവൻ ഉടുക്കുന്ന വസ്ത്രം ഹറാമിലൂടെ നേടിയതാണ്, അവന്റെ ജീവിതം മുഴുവനും ഹറാമിലൂടെയാണ്. അങ്ങനെ ഹറാമിലൂടെ നേടിയ സമ്പാദ്യം കൊണ്ട് ജീവിച്ച് അതിൽ നിന്നൊരു മാറ്റമില്ലാതെ, അതിൽ നിന്ന് പിന്തിരിയാതെ പടച്ച റബ്ബിനോട് തേടിയിട്ടെന്താ പ്രയോജനം? അതുകൊണ്ട് ഉത്തരം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പടച്ചവനെ പുറത്തു തരണേ എന്ന് ചോദിക്കുന്നു. ആ തേട്ടമല്ല സ്വീകരിക്കണ്ടേ?
നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരണമെങ്കിൽ തൗബയുടെ ഒന്നാമത്തെ നിബന്ധന തന്നെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള അഗാധമായ ദുഃഖവും സങ്കടവുമാണ്. ഇനി ആ തെറ്റിലേക്ക് നീങ്ങില്ല റബ്ബേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ അവനോട് പൊറുക്കലിനെ ചോദിക്കുന്നു, ഞാൻ അവനോട് ഖേദിച്ചു മടങ്ങുന്നു. ആ നിലക്ക് നമ്മൾ നമ്മുടെ മനസ്സുകളെ ശരിക്കും എല്ലാ നിലക്കും വൃത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എന്തിനാണ് ആളുകളോട് നീ അസൂയ വെച്ച് പുലർത്തുന്നത്? എന്തിനാണ് ആളുകളോട് പക വെച്ച് പുലർത്തുന്നത്? എന്തിനാണ് ആരാനെക്കുറിച്ച് നീ അയാളില്ലാതെ കുറ്റം പറയുന്നത്? എന്തിനാണ് ഒരാളെക്കുറിച്ച് മനഃപൂർവ്വം നീ ഇല്ലാത്തത് പറഞ്ഞ് അയാളിലുള്ള ഒരു തിന്മ അയാളോട് പറഞ്ഞുകൊണ്ട് സുഖപ്പെടുത്താൻ ശ്രമിക്കാതെ മറ്റുള്ളവരോട് പറഞ്ഞ് ആളുകളെ ആളിൽ നിന്ന് അകറ്റുവാൻ നീ എന്തിന് പരിശ്രമിക്കുന്നു? അതേ, ഏത് രൂപത്തിലുള്ള കറകൾ മനുഷ്യന്റെ മനസ്സിലുണ്ടോ കഴുകിക്കളയാതെ പടച്ച റബ്ബ് അവന്റെ ദുആക്ക് ഇജാബത്ത് കൊടുക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെയേറെ മനസ്സ് വല്ലാതെ അല്ലാഹുവിങ്കലേക്ക് അടുത്തുകൊണ്ട് എന്റെ ദുആക്ക് ഇജാബത്ത് അല്ലാഹു തരും, ഉത്തരം അവൻ തരും എന്ന നിലയ്ക്ക് റമദാൻ കഴിഞ്ഞാലും ഞാൻ എന്റെ പഴയകാല ജീവിതത്തിലേക്ക് തിരിക്കും. അതല്ലെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെ ജീവിക്കുന്നുവോ അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന നിലക്കാണെങ്കിൽ അതേ പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്ന് മഗ്ഫിറത്ത് കിട്ടുകയില്ല. അതുകൊണ്ട് ജീവിതത്തെ ശുദ്ധമാക്കണം. പാപക്കറകൾ അതേ വളരെയേറെ കഴുകിക്കളയാൻ വേണ്ടി ശ്രമിക്കണം. എത്രയെത്ര വാജിബായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ അല്ലാഹ് എന്നോട് നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യവും ഞാൻ വിട്ടുപോയിട്ടില്ല? ആർക്കാണത് ഉറപ്പ് പറയാൻ സാധിക്കുക? എനിക്ക് പറയാനാകുമോ? നിങ്ങൾക്ക് പറയാനാകുമോ? അല്ലാഹ് എന്നോട് വിലക്കിയിട്ടുള്ള ഒരു കാര്യവും ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാനാകുമോ? നിങ്ങൾക്ക് പറയാനാകുമോ? അതുകൊണ്ട് പടച്ച റബ്ബിനോട് ചെയ്തുപോയ കാര്യങ്ങളെപ്പറ്റി വല്ലാതെ മനസ്സ് നൊന്നുകൊണ്ട് അബൂഉലക ബിദംബി, എന്റെ പാപങ്ങൾ മുഴുവനും ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു അല്ലാഹ് എന്ന കുറ്റബോധത്തോടെ അവനിലേക്ക് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. എത്ര ചോദിക്കുന്നോ എത്ര ആവർത്തിക്കുന്നോ പടച്ച റബ്ബിന് വെറുപ്പില്ല. മനുഷ്യർക്കാണ് ആ വെറുപ്പുള്ളത്. ആളുകളോടൊരു കാര്യം ചോദിച്ച് രണ്ടാമത്തെ തവണയും മൂന്നാം തവണയും പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം പിടിക്കും. പടച്ച റബ്ബ് അങ്ങനെയല്ല. ഫല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു, അല്ലാഹ് അവൻ ദേഷ്യം പിടിക്കുന്നത് നീ അവനോടുള്ള ചോദ്യം ഒഴിവാക്കുമ്പോഴാണ്. അള്ളാഹിനോട് നീ ചോദ്യം നിർത്തുന്നതാണ് പടച്ചവനെ കോപിക്കുന്ന കാര്യം. മനുഷ്യനാവട്ടെ മനുഷ്യനാണ് അവനോട് ചോദിക്കുമ്പോ ദേഷ്യം പിടിക്കുന്നത്. അതുകൊണ്ട് എത്രയും ആവർത്തിച്ച് റബ്ബിനോട് ചോദിച്ചോളണം. അല്ലാഹ് എന്റെ പാപം പൊറുക്കണേ എന്ന് മൊത്തത്തിൽ അങ്ങ് പറയുന്നത് മാത്രമല്ല, അങ്ങനെയല്ല ഓരോന്നും എണ്ണിപ്പൊറുക്കി അറിയാവുന്നത് അതേ വളരെ ചിണുങ്ങി റബ്ബിന്റെ മുമ്പിൽ അങ്ങ് അവതരിപ്പിച്ചോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയിൽ കാണുന്നത്. എന്റെ പാപങ്ങൾ പൊറുക്കണേന്ന് മൊത്തത്തിൽ അങ്ങ് പറയുകയല്ല. അല്ലാഹുമ്മ ഗ്ഫിർലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നീ. അല്ലാഹുവേ, എന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണം. മുമ്പ് ചെയ്തത്, പിന്നീട് ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഇനി എപ്പോഴൊക്കെ എന്തൊക്കെ എന്നിൽ നിന്ന് വന്നു എന്ന് നീയാണ് റബ്ബേ അറിയുന്നവൻ. ഞാൻ അറിഞ്ഞതുണ്ട്, ഞാൻ അറിയാത്തതുണ്ട്. അല്ലാഹ് എല്ലാം നീ എനിക്ക് പൊറുക്കണേ എന്ന് ആവർത്തിച്ച് തേടിക്കോളൂ. അതേ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനയുടെ രീതി. اللهم اغفر لي ذنبي كله دقه وجله وأوله وآخره وعلانيته وسره. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണം, എന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തരണം. അതിലേറ്റവും ചെറുത് നീ പുറത്തു തരണം, ഏറ്റവും വലുതും പുറത്തു തരണം. ചെറുതും വലുതും പൊറുക്കണം. ഞാൻ ആദ്യം ചെയ്തതും ഏറ്റവും അവസാനം സംഭവിച്ചു പോയതും പൊറുക്കണം. അതേ രഹസ്യമായി ഞാൻ ചെയ്തതും പരസ്യമായി ചെയ്തതും ഒന്നൊഴിയാതെ പൊറുക്കണേ അല്ലാഹ്.
ഈ നിലയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് റബ്ബിനോട് തേടലാണ് പ്രാർത്ഥനയുടെ ഒരു മര്യാദയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവർത്തിച്ചാവർത്തിച്ച് തേടിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത് ഫഇന്നി അസ്തഗ്ഫിറു ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിങ്കലേക്ക് അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ റബ്ബിനോട് തൗബ ചെയ്യുന്നുണ്ട്, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ 100 തവണ പാപം ചെയ്യാത്ത, പാപത്തിന്റെ കറ പുരളാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നാം ഏറെ ആവർത്തിച്ച് റബ്ബിനോട് നമ്മൾ ചോദിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏത് സമയത്തും സന്തോഷത്തിലും സന്താപത്തിലും തേടുന്നവരാകണം നമ്മൾ. സങ്കടം വരുമ്പോ മാത്രം പടച്ചോനെ വിളിക്കുന്ന ആളുകളായാൽ പോരാ, വിഷമം വരുമ്പോൾ മാത്രം അല്ലാഹുവിലേക്ക് തിരിയുന്നവരായാൽ അല്ലാഹ് നമ്മെ പരിഗണിക്കൂല. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു മൗലികമായ തത്വമാണ്. അല്ലാഹ് ഖുർആനിൽ മനുഷ്യന്റെ സ്വഭാവം പറയുന്നുണ്ട്, വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി ثم إذا خوله نعمة منه نسي ما كان يدعو إليه من قبل وجعل لله أندادا. മനുഷ്യന് വല്ല ബുദ്ധിമുട്ടുകളും ബാധിച്ചാൽ അവനവന്റെ റബ്ബിനെ വിളിച്ച് അവനിലേക്ക് അതാ തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിക്കൊണ്ടവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സുമ്മൈദാ ഖവ്വലഹു നിഅമതൻ മിൻഹു, അല്ലാഹ് അവനിൽ നിന്നുള്ള അനുഗ്രഹം ആ മനുഷ്യന് പകരം കൊടുത്തു കഴിഞ്ഞാൽ നസിയാവൻ മറന്നു കളയുന്നു. മാ കാന യദൂ ഇലൈഹി മിൻ ഖബൽ, മുമ്പവൻ എന്തിനു വേണ്ടി തേടിയോ, ആരോട് തേടിയോ, ആ നാഥനെ അവൻ മറന്നു കളയുന്നു. വജഅല ലില്ലാഹി അന്ദാദാ, എന്നിട്ടവൻ അല്ലാഹുവിന് പങ്കുകാരെ അവൻ സങ്കൽപ്പിക്കുന്നു. പ്രയാസമുണ്ടാകുമ്പോ, വിഷമമുണ്ടാകുമ്പോൾ അവൻ അല്ലാഹുവിനോട് ഇങ്ങനെ തേടും. കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ശിർക്കിലേക്കാ പോകുന്നത്. ഇന്ന ഹോജയാണ്, ഇന്ന ശൈഖാണ്, അതല്ലെങ്കിൽ ഇന്ന വിഗ്രഹമാണ്, അല്ലെങ്കിൽ ഇന്ന ദേവനാണ് എന്റെ കാര്യം സാധിപ്പിച്ചു തന്നത് എന്ന നിലക്കതാ പടച്ച റബ്ബിൽ അവൻ ശിർക്ക് വെക്കുകയാണ്. അല്ലാഹയാണ് അവന് നിഅമത്ത് കൊടുക്കുന്നത്. പക്ഷേ കാര്യം നേടിക്കഴിഞ്ഞാൽ പടച്ചവനെ മറന്ന് ശിർക്കിന്റെ പാതയിലേക്ക് മനുഷ്യൻ പോകുന്നു. ഇത് പാടില്ലെന്നാണ് പറയുന്നത്. ഏതു സമയത്തും നിനക്ക് രക്ഷ നൽകുന്നവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം. ആപത്ത് വരുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും സന്താപഘട്ടത്തിലും ഒക്കെയും അവനോട് തേടിക്കൊണ്ടിരിക്കണം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നത്, മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട നേതാവ് യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ഒരാരാധ്യനില്ല. അവനെ പുകഴ്ത്തിക്കൊണ്ട് റബ്ബിനോട് പറയുന്നു, ഞാൻ അക്രമം പ്രവർത്തിച്ചു പോയി റബ്ബേ, പൊറുക്കടേ, വിട്ടുവീഴ്ച ചെയ്യണേ. അല്ലാഹു റബ്ബുൽ ആലമീൻ യൂനുസ് നബി അലൈഹിസ്സലാമിന് ഉത്തരം കൊടുത്തു. ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബിയെ അല്ലാഹു രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് അല്ലാഹുവിനെ എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നയാളായിരുന്നില്ലെങ്കിൽ, എപ്പോഴും യൂനുസ് നമ്മെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ലെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂന, പുനരുത്ഥാന നാൾ വരെ യൂനുസ് മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ താമസിക്കേണ്ടി വരുമായിരുന്നു. രക്ഷ കൊടുത്തത് യൂനുസ് ആപത്ത് വരുമ്പോ മാത്രം എന്നെ വിളിക്കണ ആളല്ലാന്നാ. എപ്പോഴും എന്നെ വിളിക്കണയാളാണ് യൂനുസ്, എപ്പോഴും എന്നെ സുബ്ഹാനല്ലാഹ് പ്രകീർത്തിക്കുന്നയാളാണ് യൂനുസ്. അതുകൊണ്ടാണ് ആപത്ത് വന്ന നേരത്ത് വിളിച്ചപ്പോഴും ഞാൻ ഉത്തരം കൊടുത്തതെന്നാണല്ലോ നൽകുന്ന സൂചന. അതേ അവസരത്തിൽ ആപത്ത് വരുമ്പോ മരിക്കുന്നോ നശിക്കുന്നോ എന്ന് തോന്നുന്ന നേരത്ത് മാത്രം തൗബ ചെയ്താൽ അത് സ്വീകാര്യമല്ല. പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, ധിക്കാരത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ജീവിച്ച ഫറോവ ചക്രവർത്തിയതാ മുങ്ങിച്ചാകാൻ പോകുന്ന നേരത്ത് പറഞ്ഞില്ലേ,
പറഞ്ഞില്ലേ, ആമന്തു, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു അല്ലോ എന്നവൻ പറഞ്ഞ് തൗബ ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കിയില്ലേ, അല്ല എന്താ പറഞ്ഞത്? ഇപ്പോഴാണോ നീ എന്നോട് പ്രാർത്ഥിക്കുന്നത്? ഇപ്പോഴാണോ നീ തൗബ ചെയ്യുന്നത്? ഇപ്പോഴാണോ നീ തേടുന്നത്? വഖദ് അസൈത അൽആന വഖദ് അസൈത ഖബൽ വകുൻത മിനൽ മുഫ്സിദീൻ. നീ വല്ല ധിക്കാരിയായിരുന്നില്ലേ, വല്ലാത്ത ഫസാദ് ഉണ്ടാക്കുന്നവനായിരുന്നില്ലേ? അന്നൊന്നും ഓർമ്മയില്ലാതെ ഇപ്പോൾ ഇതാ മുങ്ങിച്ചാകുന്നു എന്ന് വരുന്ന നേരത്ത് എന്നെ വിളിക്കുന്നുവോ? ഇല്ല ഇല്ല, നിനക്ക് തൗബയില്ല, രക്ഷയില്ല. രണ്ട് സംഭവം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കണം. യൂനുസ് അലൈഹിസ്സലാമിന് അല്ലാഹ് രക്ഷ കൊടുത്തു. എന്തേ? അദ്ദേഹം നമ്മെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രകീർത്തിക്കുന്നയാളായിരുന്നു. ഫറോവക്ക് കൊടുത്തില്ല, കാരണം അവൻ ധിക്കാരിയായി ജീവിച്ച് ആര് പറഞ്ഞതും അനുസരിച്ചില്ല. അള്ളാഹിനെ ചോദ്യം ചെയ്തു, അവന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്തു. അവന്റെ അധികാരത്തിന്റെയും പണത്തിന്റെയും മുമ്പിൽ അവൻ പാവങ്ങളെ വേട്ടയാടി ഒരുപാട് ഫസാദുണ്ടാക്കി. അതേ മുങ്ങിച്ചാകുന്നു എന്ന് തോന്നിയപ്പോ അപകട നേരത്ത് മാത്രം വിളിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, വേണ്ട വേണ്ട, നിന്റെ പ്രാർത്ഥന എനിക്ക് വേണ്ട, പിന്നെ എനിക്ക് വേണ്ട. അതെ, അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക്, അല്ലാഹുവിങ്കലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ തേടിക്കൊണ്ടിരിക്കണം, നിരന്തരം തേടിക്കൊണ്ടിരിക്കണം. ദുനിയാവിന് വേണ്ടി മാത്രം തേടലല്ല അല്ലാഹുവിന് ഇഷ്ടം. അല്ലാഹ് അത്തരക്കാരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഫമിൻഹും മൻ യഖൂലു ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ. ദുനിയാവിൽ നീ ഞങ്ങൾക്ക്, ഫമിനൻ നാസി ജനങ്ങളിലുണ്ട് ചില ആളുകൾ, അവർ ഞങ്ങൾക്ക് ദുനിയാവിൽ നീ തരണേ, ദുനിയാവിൽ നീ തരണേ എന്നിങ്ങനെ ഭൗതികമായ കാര്യത്തിന് വേണ്ടി മാത്രം തേടുന്നവരാണ്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അവൻ ആഖിറത്തിൽ ഒരു ഓഹരിയും കിട്ടില്ല. വെറും ദുന്യാവ്. നമ്മൾ ദുന്യാവ് ചോദിക്കുമ്പോൾ മാത്രം കരയാണ്, ദുന്യാവിന്റെ കാര്യം പറയുമ്പോൾ മാത്രം കരയാണ്. ഖബർ ഓർമ്മല്ല, മരണം ഓർമ്മല്ല, പാപമോചനത്തിന്റെ കാര്യം പറയുമ്പോൾ ഓർമ്മല്ല, ദാരിദ്ര്യം പറയുമ്പോ, കടക്കണി പറയുമ്പോ, രോഗം പറയുമ്പോ, കഷ്ടപ്പാട് പറയുമ്പോ, മാനസിക പ്രശ്നം പറയുമ്പോ, ശാരീരിക പ്രശ്നം പറയുമ്പോ കരയുന്നു. ദുനിയാവ് പറയുമ്പോ മാത്രം വല്ലാതെ മനസ്സിലത് ടച്ച് ചെയ്യുന്നു. ആഖിറത്തെ കുറിച്ചവന് ചിന്തയില്ല. അത്തരക്കാർക്ക് ആഖിറത്തിലൊന്നും കിട്ടാനില്ല. അതേ അവസരത്തിൽ മിൻഹും ജനങ്ങളിൽ തന്നെയുണ്ട് മൻ യഖൂലു പറയുന്നവർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ നല്ലത് തരണേ റബ്ബേ, ആഖിറത്തിലും നല്ലത് തരണേ. ഏറ്റവും ഞങ്ങൾക്ക് ആഖിറത്തിൽ കിട്ടേണ്ട ഹസനത്ത് എന്താണ്? വഖിനാ അദാബന്നാർ. നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അതിന് തേടേണ്ടുന്ന പ്രത്യേക സന്ദർഭമാണിത്. ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് പാപികൾക്ക് നരകമോചനം നൽകിക്കൊണ്ടിരിക്കുന്ന നാളുകളാണ്. അല്ലാഹുവിനോട് നിരന്തരമായി സഹോദരങ്ങളെ ഈ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി തേടുക. നരകം അതൊരിക്കലും നമുക്ക് സഹിക്കാനാകുന്നതല്ല. ആ ബോധ്യത്തോടെ അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥനകൾ അധികരിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലെ ഒരു സെക്കൻഡുകൾ പോലും നമുക്ക് നഷ്ടമാകാതെ, തിന്മകളിലേക്ക് പോകാതെ, നന്മകൾ ഇനി നമുക്കൊരിക്കലും ഇനി തിരിച്ചു കിട്ടില്ലെന്ന ബോധത്തോടുകൂടി കൃത്യമായി അല്ലാഹുവിലേക്ക് പ്രാർത്ഥന മനസ്സോടുകൂടി വിശുദ്ധ റമദാനിന്റെ വരും സെക്കൻഡുകളെ, മിനിറ്റുകളെ, മണിക്കൂറുകളെ, ദിവസങ്ങളെ നാം ചെലവഴിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ സമ്പൂർണമായ പാപമോചനവും നരകമോചനവും നൽകപ്പെട്ട നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അവൻ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് കരുത്തും തൗഫീഖും പകർന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കാൻ പോവുകയാണ്. പരിശുദ്ധ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മിൽ നിർബന്ധമായും വന്നുചേരുന്ന ഒരു സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ. സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് എല്ലാവരും നിസ്സാരമായി ഒരുപക്ഷെ കാണുന്നു. അതിനെപ്പറ്റി ഗൗരവത്തോടെ ആലോചിക്കാതിരിക്കുന്നു. അത് സമയത്ത് കൊടുത്തു തീർക്കാതെ മറന്നുപോകുന്നു. പിന്നീട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് വേദനിക്കുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് എന്നോടെന്ന പോലെ ഉണർത്താനുള്ളത്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മഹത്തായ ഇബാദത്ത് അല്ലാഹുവിന്റെ വഹയനുസരിച്ച് നമുക്ക് ഫർളാക്കി.
അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ, ഫിത്ർ സകാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർളാക്കി നിശ്ചയിച്ചു. തുഹറത്തൻ ലിസ്വായിമി മിനൽ ലഗ്വി വറഫസ്, നോമ്പുകാരന് ഒരു ശുദ്ധീകരണം എന്ന നിലക്ക് കൂടിയാണ്. നോമ്പുകാരന് മിനൽ ലഗ്വി വറഫസി, നോമ്പുകാരൻ അനാവശ്യം ചെയ്യാൻ പാടില്ല, മോശപ്പെട്ടതൊന്നും അവരിൽ നിന്നുണ്ടാകാൻ പാടില്ല. എന്നാൽ മാനുഷികമായ നിലക്ക് എന്തെങ്കിലുമൊക്കെ വന്നുപോയിട്ടുണ്ടാകാം. അത്തരത്തിൽ വന്നുപോയിട്ടുള്ള അനാവശ്യങ്ങൾക്ക്, ബോധപൂർവമല്ലാതെ വന്നിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാണ് സകാത്തുൽ ഫിത്ർ. കഴിഞ്ഞകാല നോമ്പുകളിൽ വന്നുപോയിട്ടുള്ള പോരായ്മകൾക്ക് ഒരു പരിഹാരമാണ് ഫിത്ർ സകാത്ത്. എന്നാൽ അത് മാത്രമല്ല, വതുഅമത്തൽ ലിൽ മസാകീൻ, അഗതികളായ ആളുകൾക്കുള്ള ഭക്ഷണവുമാണത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഹദീസിൽ പറഞ്ഞത്. ഒന്ന്, നോമ്പുകാരനിൽ വരുന്ന നോമ്പിന്റെ അപാകതകൾക്കുള്ള പരിഹാരമാണത്. അത് മാത്രമാണെങ്കിൽ സഹോദരങ്ങളെ, ചെറിയ കുട്ടികൾക്ക് എന്തിനാ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്? എല്ലാവരും കൊടുക്കേണ്ടുന്ന ഒരു ദാനമാണ് ഫിത്ർ സക്കാത്ത്. പെരുന്നാളിന്റെ അന്ന് ആവശ്യമായ നിലക്കുള്ള ആഹാര വിഭവങ്ങൾ കഴിച്ച് മിച്ചം ആരുടെയൊക്കെ കൈകളിലുണ്ടോ, അതില്ലാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും. എല്ലാവരും തനിക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കണം, തന്റെ ചെലവിൽ കഴിയുന്ന തന്റെ ഭാര്യയുടെ പേരിൽ സക്കാത്ത് കൊടുക്കണം, തന്റെ മാതാപിതാക്കളുടെ പേരിൽ സക്കാത്ത് കൊടുക്കണം. അവർക്ക് അതിന് കഴിവില്ലാത്തവരാണെങ്കിൽ അതേ രൂപത്തിൽ തന്നെ അതേപോലെ തന്റെ മക്കളുടെ പേരിൽ സക്കാത്ത് കൊടുക്കണം. തന്റേതായ സംരക്ഷണയിൽ താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? അവൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അവരുടെ പേരിൽ. എത്രയാണ് നൽകേണ്ടത്? എന്താണ് നൽകേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നുള്ള മുഖ്യ ആഹാര പദാർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വാഅൻ എന്നാണ് അളവ് പറഞ്ഞത്. ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ നമ്മുടേതായ അളവനുസരിച്ച് 2 കിലോഗ്രാമിൽ അല്പം കൂടുതലാണ് വരിക. നമ്മുടെ നാട്ടിലും ഇവിടെയും ഒക്കെ മുഖ്യമായ ആഹാരം അരി തന്നെയാണ്. അതുകൊണ്ട് 2 കിലോഗ്രാമിൽ കൂടുതലായി 2.5 എന്ന് പറഞ്ഞവരും 2.300 എന്ന് പറഞ്ഞവരും 2.50 എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട്. എന്തായാലും 2 കിലോഗ്രാമിൽ അല്പം കൂടുതൽ വരുന്ന ഒരളവാണ് ഒരു സ്വാഴ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അദ്ദാഹാ ഖബ്ല സ്വലാഹ്, നിസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും കൊടുത്തു വിട്ടിയാൽ ഫഹിയ സകാത്തുൻ മഖ്ബൂല, അത് സ്വീകാര്യയോഗ്യമായ ഫിത്ർ സക്കാത്തായിട്ട് പരിഗണിക്കപ്പെടും. അതേ അവസരത്തിൽ മൻ അദ്ദാഹാ, ആരെങ്കിലും അത് കൊടുത്ത് നിർവഹിച്ചാൽ ബഅദസ്സലാ, പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ കൊടുക്കുന്നതെങ്കിൽ ഫഹിയ സദഖത്തും മിനസ് സദഖാത്ത്, അത് കേവലം ഒരു ധർമ്മം കൊടുക്കലായിട്ടേ പരിഗണിക്കൂ, ഫിത്ർ സക്കാത്ത് വീടുകയില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളണം. നമുക്കെല്ലാവർക്കും നിർബന്ധമായ സമ്പന്നരായ ആളുകൾക്ക് മാത്രമല്ല ഈ പറഞ്ഞ സമ്പന്നതയെ വേണ്ടൂ. പെരുന്നാളിന്റെ അന്ന് ആവശ്യമായ രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ആവശ്യങ്ങളും കഴിച്ച് മിച്ചം വരുന്നവരൊക്കെ എല്ലാവർക്കു വേണ്ടിയും പെരുന്നാൾ രാവിൽ അതേ ശവ്വാൽ പിറ ദൃശ്യമായതിന്റെ ശേഷം ആ സെക്കൻഡിൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനാണെങ്കിലും, പെരുന്നാൾ രാവിൽ പറന്നു വീണ ഒരു കുഞ്ഞിന്റെ പേരിലാണെങ്കിലും ആ കുഞ്ഞിനും കൊടുക്കണം 2 കിലോഗ്രാം. ആ കുഞ്ഞിന്റെ പേരിലും കൊടുക്കണം 2 കിലോഗ്രാമിൽ അല്പം കൂടുതൽ വരുന്ന ഈ അളവ്. അപ്പൊ എല്ലാ ആളുകൾക്കും നൽകേണ്ടുന്ന തടി എണ്ണം നോക്കിയിട്ട് കൊടുക്കേണ്ടുന്ന സക്കാത്താണിത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇത് കാശായിട്ടല്ല. മറ്റൊരാൾക്ക് നമ്മളിങ്ങനെ കാശ് കൊടുക്കുക, എല്ലാവർക്കും കാശ് സംഘടിപ്പിച്ച് പിരിച്ചിട്ട് ഇങ്ങനെ കാശ് കവറിലിട്ട് കൊടുക്കുക, അങ്ങനെയല്ല സുഹൃത്തുക്കളെ വേണ്ടത്. കാശായി കലക്ട് ചെയ്യാം. കലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്കതുകൊണ്ട് ഒരു നാട്ടിലെ മുഖ്യാഹാരമായ ഭക്ഷണം വാങ്ങിയിട്ട് അത് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് ഏറ്റവും അവകാശികൾ നാം താമസിക്കുന്ന രാജ്യം എവിടെയാണോ അവിടെയുള്ള ആളുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നതിൽ പ്രാധാന്യമുള്ളത്. അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി ഒരു നാട്ടിലുള്ളതിനേക്കാൾ മറുനാട്ടിലാണ്
ആവശ്യക്കാരുള്ളതെന്ന് മനസ്സിലാകുന്നുവെങ്കിൽ അങ്ങോട്ട് നീക്കുന്നതിനും വിരോധമില്ല. ഏറ്റവും ശ്രേഷ്ഠമായത് താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ, അതാത് നാടുകളിൽ തന്നെ കൊടുക്കലാണ്. ഇനി സുഹൃത്തുക്കളെ, അവകാശികളായ ആളുകളെ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവരുണ്ടാകും. അതേ സമയത്ത് എനിക്ക് ആളെ കിട്ടിയില്ല എന്ന് വന്നേക്കാം. നിങ്ങൾക്കൊരാളെ ഇപ്പോഴേ ഏൽപ്പിക്കാം. നിങ്ങൾക്ക് അതേ അയാളുടെ കയ്യിൽ നിങ്ങൾക്ക് ദിർഹം, അതിന് കണക്കാക്കിയിട്ടുള്ള 20 ദിർഹം നിങ്ങൾക്ക് കൊടുത്ത് ഏൽപ്പിക്കാം. ഏൽപ്പിച്ചിട്ട് അയാളോട് നിങ്ങൾ കൊടുക്കുമ്പോ എന്താ നിങ്ങളുടെ ഉദ്ദേശം വേണ്ടത്? സമയമാകുമ്പോ എനിക്ക് വേണ്ടി ആ ധർമ്മം ഫിത്ർ സക്കാത്ത് നിങ്ങൾ അവകാശികൾക്ക് കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരാളെ നാം നേരിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉത്തരവാദപ്പെട്ട വേറൊരു ഏജൻസിയെ ഏൽപ്പിക്കുക. ഇതിനാണ് വക്കാലത്ത് എന്ന് പറയുന്നത്. നാം ചെയ്യേണ്ട കാര്യം മറ്റൊരാളെ അത് ചെയ്യാൻ വേണ്ടി വക്കാലത്ത് ഏൽപ്പിക്കുക. അതാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള മറ്റൊരു രീതി. ഒന്നുകിൽ നേരിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരാളെ വക്കീലിനെ ഒരു വക്കാലത്ത് ഏൽപ്പിച്ച് അയാളോട് സമയത്ത് നിർവഹിക്കാൻ വേണ്ടി പറയാം. നാടുകളിലേക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. ഇവിടെ സംവിധാനമുണ്ടെങ്കിൽ, ഇവിടെ അത് സ്വീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത്, ഇവിടെ തന്നെ എത്രയോ സ്ഥലങ്ങൾ വളരെ പാവപ്പെട്ട ആളുകളുണ്ട്, നമ്മൾ ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടാണ്. ഇവിടെയുള്ള ലേബർ ക്യാമ്പുകളിൽ നരകിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അത്തരം സംവിധാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവരെയും നിങ്ങൾക്ക് കണ്ടെത്താം, സമീപിക്കാം, കൊടുക്കാം, ഏൽപ്പിക്കാം. നാട്ടിലാണോ കൂടുതൽ ആവശ്യക്കാരെ നിങ്ങൾ കാണുന്നത്, അവിടേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ രൂപത്തിലൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു ബോധം, ആരും ഇത് അറിഞ്ഞില്ല, ഞാനതിനെപ്പറ്റി മറന്നുപോയി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകരുത്. അതുകൊണ്ട് നേരത്തെ, എത്ര നേരത്തെ കൊടുക്കാം? നേരിട്ട് തന്നെ കൊടുക്കാം. ഫിത്ർ സക്കാത്ത് എന്ന നിലക്ക് തന്നെ നേരിട്ട് എങ്ങനെ കൊടുക്കാം? അതേ സഹാബിമാര് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് പെരുന്നാൾ ദിവസത്തിന്റെ 2 ദിവസം മുമ്പ് വരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുമ്പ് കൊടുത്ത ചരിത്രമല്ല. എന്നാൽ നമ്മൾ മുമ്പ് കൊടുക്കുമ്പോ എന്താ, ഇപ്പൊ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കല്ല ചെയ്യുന്നത്, ഒരു വക്കാലത്ത് ഒരാളെ ഏൽപ്പിക്കുകയാണ്. സമയമാകുമ്പോ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാലത്ത് വിളിച്ചു പറയാം, ഇവിടെ കൊടുക്കാം, ഏൽപ്പിക്കാം. ആ രൂപത്തിലൊക്കെ ഈ ബാധ്യതയിൽ നിന്ന് നാം എല്ലാവരും കൃത്യമായി അല്ലാഹുവിനോടുള്ള കടമ നിർവഹിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ഇതാണ് വരുന്നത്. അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം സന്തോഷത്തോടെ, നന്ദിയോടെ എല്ലാവരോടും വിനയത്തോടെ അറിയിക്കുകയാണ്. നമുക്ക് ഇപ്രാവശ്യവും ഷാർജ ഗവൺമെന്റ്, ഇവിടുത്തെ മതകാര്യ വകുപ്പ്, നാം എല്ലാ വർഷവും 2 പെരുന്നാളുകൾക്കും ഈ നമസ്കാരം നിർവഹിക്കാറുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അത് എല്ലാവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകും. ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധയുള്ളവരാകണം. ആ ഒരു സുന്നത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയതുപോലെ നമുക്ക് നിർവഹിക്കുവാനുള്ള കൂട്ടമായ സംരംഭം, അതിന് നിങ്ങൾ ശക്തി പകരണം. ഇസ്ലാമികമായ അതിന്റെ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് വേണം ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടാൻ. ആണുങ്ങളും ശ്രദ്ധിക്കുക അവരുടെ വേഷവിധാനം, സ്ത്രീകളും ശ്രദ്ധിക്കുക. ഒരൊറ്റ പെണ്ണും ഹറാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഒരു പൊതുസ്ഥലത്തേക്കും പുറപ്പെടാൻ പാടില്ല. ഉത്തരവാദപ്പെട്ട ആളുകളോട് പടച്ച റബ്ബ് നാളെ പരലോകത്ത് ചോദിക്കുമെന്ന് മനസ്സിലാക്കുക. എന്റെ ഭാര്യ, എന്റെ മകൾ, എന്റെ കീഴിലുള്ള എന്റെ സംരക്ഷണയുള്ളവരെ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ മറ്റൊരാളെ ശ്രദ്ധിക്കേണ്ടതില്ല. ഞാൻ എന്റെ കാര്യം ശ്രദ്ധിച്ച് എന്റെ കൂടെ വരുന്ന സ്ത്രീ ഒരിക്കലും പടച്ചവന് വെറുപ്പിക്കുന്ന വേഷത്തിലല്ല എന്റെ കൂടെ പുറപ്പെട്ടിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താൻ ഓരോ ഉത്തരവാദപ്പെട്ട പുരുഷന്മാർക്കും കുടുംബനാഥന്മാർക്കും ബന്ധപ്പെട്ടവർക്കും ഉത്തരവാദിത്തമുണ്ട്. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലും അൻ റഇയതിഹി. നിങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കപ്പെടുന്നവരാണ്. ഞാനും നിങ്ങളുമൊക്കെ ചോദിക്കപ്പെടുമെന്ന ബോധത്തോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാവരും പുറപ്പെടണമെന്നാണ്. ആർത്തവക്കാരികളായ സ്ത്രീകളോട് വരെ ഈദ് മുസല്ലകളിലേക്ക് പുറപ്പെടാനാണ് പറഞ്ഞത്. നിസ്കാരത്തിൽ നിന്ന് മാത്രം അവർ വിട്ടുനിൽക്കുകയും അവിടെ നടക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള പ്രാർത്ഥനകളിലുമൊക്കെ അവരും പങ്കുചേരട്ടെ എന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ സുന്നത്തിനെ ഹയാത്താക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെ അതിന്റെ ചിട്ടയോടെ, മര്യാദകളോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നാം നിർവഹിക്കുക. അതേ, ഒരൽപ്പം കാരക്ക ഭക്ഷിച്ചുകൊണ്ട് ഈദ്ഗാഹുകളിലേക്ക് പോകലാണ്. ചെറിയ പെരുന്നാളിന് നമുക്ക് സുന്നത്ത് തക്ബീറുകൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പടച്ച റബ്ബി
റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആ തക്ബീറുകൾ മടി കാണിക്കരുത്. ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോ, നടന്നു പോകുമ്പോ, വാഹനത്തിലൊക്കെ ആ തക്ബീറുകൾ ചൊല്ലേണ്ടതുണ്ട്. അങ്ങനെ ഇസ്ലാമികമായ നിയമങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവയൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. ആ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഏതർത്ഥത്തിലും അല്ലാഹുവിന്റെ പൊരുത്തം നേടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അർഹമർ റഹീമീനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഗഫൂർ റഹീമായ നാഥൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഈമാനോടെ അല്ലാഹു നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം ഏറ്റവും നല്ല സമയമാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാനിലെ അവസാന ജുമഅയിലാണ് ഞങ്ങളുള്ളത്. ഇനി വരും കൊല്ലം ഒരു റമദാനിൽ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമോ ഞങ്ങൾക്കറിയില്ല നാഥ. ദീർഘായുസ് നൽകണേ നാഥ, ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. എല്ലാവിധ പ്രതിസന്ധികളിലും തളരാതെ പതറാതെ മുന്നോട്ട് പോകാൻ നീ ഞങ്ങൾക്ക് കരുത്ത് പകരണേ നാഥ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥ. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, ചതിയന്മാരുടെ ചതികളിൽ നിന്ന്, കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, ഫിത്നക്കാരുടെ ഫിത്നകളിൽ നിന്ന് അല്ലാഹുവേ, സാധുക്കളായ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ നാഥ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وذوي أرحامنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى رحمتك. اللهم وفق ولاة أمورنا لما تحبه وترضى. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.